ഓരോ കുറ്റകൃത്യത്തിനും പിന്നിൽ പറയപ്പെടാത്ത ഒരു കഥയുണ്ട്. ചില കേസുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു, ചിലത് ഇന്നും ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. വസ്തുതകളെയും അന്വേഷണങ്ങളെയും അടിസ്ഥാനമാക്കി ലോകത്തെ ഞെട്ടിച്ച യഥാർത്ഥ ക്രൈം കേസുകളുടെ കഥകൾ മലയാളത്തിൽ അവതരിപ്പിക്കുന്ന ക്രൈം ഡീകോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കേസിലേക്ക് കടക്കാം. 1985 അമേരിക്കയിലെ കാലിഫോർണിയ. സാധാരണയായി സൂര്യൻ അസ്തമിച്ചാൽ ഒരു നഗരം വിശ്രമത്തിലേക്ക് കടക്കുന്നു. ആളുകൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. കുട്ടികൾ ഉറങ്ങാൻ തയ്യാറെടുക്കുന്നു. തെരുവുകളിലെ തിരക്ക് കുറഞ്ഞ് നഗരം പതിയെ നിശബ്ദമാകുന്നു. പക്ഷേ 1985 കാലിഫോർണിയയിലെ പല നഗരങ്ങൾക്കും രാത്രി എന്നത് വിശ്രമത്തിൻ്റെ സമയമായിരുന്നില്ല. അത് ഭയത്തിൻ്റെ തുടക്കമായിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞാൽ പല വീടുകളിലും ഒരേ കാഴ്ച. വാതിലുകൾ വീണ്ടും പരിശോധിക്കുന്നു. ജനലുകൾ പൂട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. പുറത്തുനിന്ന് ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ആളുകൾ ഞെട്ടിയുണരുന്നു. കാരണം ആ രാത്രികളിൽ ആരോ ഒരാൾ നഗരത്തിൽ ചുറ്റി നടക്കുകയായിരുന്നു എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അയാൾ എവിടെ നിന്നാണ് വരുന്നതെന്നും അറിയില്ല. അടുത്തതായി ഏതു വീടാണ് അയാളുടെ ലക്ഷ്യമാകുകയെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിഞ്ഞില്ല. ഒന്നിനു പിന്നാലെ ഒന്നായി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അവ വ്യത്യസ്ത നഗരങ്ങളിലായിരുന്നു. ഇരകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. തുടക്കത്തിൽ ഇവയെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസിനും വ്യക്തമായിരുന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു സാമ്യം കണ്ടെത്തി. മിക്ക സംഭവങ്ങളും നടന്നത് രാത്രിയുടെ മറവിലായിരുന്നു. അതോടെ മാധ്യമങ്ങൾ ഈ അജ്ഞാത പ്രതിക്ക് ഒരു പേര് നൽകി, ദ നൈറ്റ് സ്റ്റോക്കർ. ആ പേര് ഒരു വാർത്ത മാത്രമായിരുന്നില്ല, അത് കാലിഫോർണിയയിലെ ജനങ്ങളുടെ ഭയത്തിൻ്റെ മറ്റൊരു പേരായി മാറി. ടെലിവിഷൻ ചാനലുകൾ എല്ലാം ദിവസവും ഈ കേസിനെക്കുറിച്ച് വാർത്തകൾ നൽകി. പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഒരേ ചോദ്യമായിരുന്നു, ആരാണ് ഈ നൈറ്റ് സ്റ്റോക്കർ? പോലീസിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തമായ മുഖമില്ല, ഒരു പേരില്ല. കൈവശമുണ്ടായിരുന്നത് കുറച്ച് തെളിവുകളും നൂറുകണക്കിന് ചോദ്യങ്ങളും മാത്രം. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ ഞെട്ടൽ ഇനിയും പുറത്തു വന്നിരുന്നില്ല. കാരണം മാസങ്ങളോളം അമേരിക്കയെ ഭീതിയിലാഴ്ത്തിയ ആ അജ്ഞാതൻ ഒരു ദിവസം ലോകം മുഴുവനും തിരിച്ചറിയുന്ന പേരായി മാറാൻ പോകുകയായിരുന്നു. ആ പേരാണ് റിച്ചാർഡ് റാമിറസ്. പക്ഷേ റിച്ചാർഡ് റാമിറസ് ആരായിരുന്നു? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അമേരിക്കൻ ക്രിമിനൽ ചരിത്രത്തിൽ ഇത്രയും കുപ്രസിദ്ധമായത്? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആദ്യം ഈ കേസിൻ്റെ തുടക്കത്തിലേക്ക് പോകാം. 1984 തുടക്കം. കാലിഫോർണിയയിലെ ജനങ്ങൾക്ക് അന്ന് അറിയില്ലായിരുന്നു, അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ സീരിയൽ കില്ലർ കേസുകളിൽ ഒന്നിന് അവർ സാക്ഷിയാകുമെന്ന്. ആദ്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചില ഗുരുതരമായ കുറ്റകൃത്യങ്ങളായിരുന്നു. ഓരോ സംഭവവും വ്യത്യസ്ത പ്രദേശങ്ങളിലായിരുന്നു. ഇരകൾ തമ്മിൽ യാതൊരു ബന്ധവും കണ്ടെത്താനായില്ല. അതിനാൽ ഓരോ സംഭവവും ആദ്യം ഓരോ പോലീസ് സ്റ്റേഷനുകളും ഒറ്റപ്പെട്ട കേസായാണ് അന്വേഷിച്ചത്. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി മാറിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓരോ പുതിയ സംഭവത്തിന് ശേഷവും ലഭിക്കുന്ന വിവരങ്ങളിൽ ചില സാമ്യങ്ങൾ ഉണ്ടായിരുന്നു. മിക്ക കുറ്റകൃത്യങ്ങളും നടന്നത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയങ്ങളിലാണ്. ഇരകളെ മുൻകൂട്ടി പരിചയമുള്ളവരാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. സംഭവ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിയെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന തെളിവുകളും വളരെ കുറവായിരുന്നു. അതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴക്കിയത്. ഇത് പ്രതികാരമാണോ, അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യ സംഘമാണോ, അതോ ഒരാൾ മാത്രം ഇതെല്ലാം ചെയ്യുന്നതാണോ? ഈ ചോദ്യങ്ങൾക്ക് അന്ന് ഉത്തരമുണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ പുതിയ ആക്രമണവും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ജനങ്ങളുടെ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ആളുകൾ മടിച്ചു. ചില കുടുംബങ്ങൾ വീടുകളിൽ അധിക സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിച്ചു. അയൽവാസികൾ പരസ്പരം ശ്രദ്ധിക്കാനും സംശയാസ്പദമായ കാര്യങ്ങൾ ഉടൻ പോലീസിനെ അറിയിക്കാനും തുടങ്ങി. അതേസമയം മാധ്യമങ്ങളും ഈ കേസിന് വലിയ പ്രാധാന്യം നൽകി തുടങ്ങി. പ്രതിയുടെ യഥാർത്ഥ പേര് അറിയാത്തതിനാൽ ഒരു പത്രപ്രവർത്തകൻ ഈ അജ്ഞാതനെ ദ നൈറ്റ് സ്റ്റോക്കർ എന്ന് വിശേഷിപ്പിച്ചു. അധികം വൈകാതെ ആ പേര് രാജ്യമെമ്പാടും പ്രചരിച്ചു.
ഇപ്പോൾ ഇതൊരു സാധാരണ ക്രിമിനൽ കേസ് മാത്രമായിരുന്നില്ല. കാലിഫോർണിയയിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയൊരു ഭീതിയുടെ കഥയായി അത് മാറിയിരുന്നു. പക്ഷെ പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നത് ഒരു മുഖമില്ലാത്ത നിഴലിനെ ആയിരുന്നു. ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്നെങ്കിലും പ്രതി പോലീസിനേക്കാൾ ഒരു പടി മുന്നിലാണെന്ന് തോന്നി. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയാതെ മറ്റൊരു കഥയും അതേസമയം മുന്നോട്ടു പോകുകയായിരുന്നു. ആ കഥ ടെക്സാസിലെ ഒരു ചെറിയ നഗരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതായിരുന്നു. ആ കഥയിലെ പ്രധാന കഥാപാത്രമായിരുന്നു റിച്ചാർഡ് റാമിറസ്. ആരാണ് റിച്ചാർഡ് റാമിറസ്? ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആ ബാലൻ എങ്ങനെ അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ കുറ്റവാളികളിൽ ഒരാളായി മാറി? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഏകദേശം ഒരു 25 വർഷം പിന്നിലേക്ക് പോകണം. 1960 ഫെബ്രുവരി 29 അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തെ എൽപാസോ നഗരത്തിൽ ജൂലിയനും മേഴ്സിഡസ് റാമിറസിനും ഇളയ മകനായാണ് റിച്ചാർഡ് റാമിറസ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം സാമ്പത്തികമായി സമ്പന്നരായിരുന്നില്ല. കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു. ചെറുപ്പത്തിൽ റിച്ചാർഡ് ശാന്ത സ്വഭാവക്കാരനാണെന്നാണ് അയൽവാസികളും കുടുംബാംഗങ്ങളും പിന്നീട് പറഞ്ഞത്. എന്നാൽ കൗമാരത്തിലേക്ക് കടന്നതോടെ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റത്തിനു പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നുവെന്ന് അന്വേഷണങ്ങളും പിന്നീട് വന്ന ജീവചരിത്ര പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അവയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ മൈക്കിൾ റാമിറസിൻ്റെ സ്വാധീനമാണ്. മൈക്കിൾ ഒരു മുൻ സൈനികനായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹം യുദ്ധാനുഭവങ്ങൾ റിച്ചാർഡിനോട് പറയാറുണ്ടായിരുന്നുവെന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിലെ അക്രമവും മരണവും സംബന്ധിച്ച കഥകൾ കൗമാരക്കാരനായ റിച്ചാർഡിനെ സ്വാധീനിച്ചിരിക്കാമെന്ന് ചില ഗവേഷകർ വിലയിരുത്തുന്നു. എന്നാൽ അത് പിന്നീട് ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഒരു ന്യായീകരണമല്ല. റിച്ചാർഡിൻ്റെ ജീവിതത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവവും ഉണ്ടായി. ഒരു കുടുംബ വഴക്കിനിടെ മൈക്കിൾ തൻ്റെ ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം റിച്ചാർഡിൻ്റെ മുമ്പിൽ വെച്ചാണ് സംഭവിച്ചത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവൻ്റെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി എന്നതിന് പിന്നീട് മനഃശാസ്ത്ര വിദഗ്ധർ പങ്കുവച്ചിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു: ബാല്യകാല അനുഭവങ്ങൾ ഒരു കുറ്റകൃത്യത്തിനും ന്യായീകരണമല്ല. കൗമാരപ്രായത്തിൽ റിച്ചാർഡ് സ്കൂളിൽ നിന്ന് അകന്നു തുടങ്ങി. മയക്കുമരുന്ന് ഉപയോഗിച്ചതായും ചെറിയ മോഷണങ്ങളിൽ ഏർപ്പെട്ടതായും പോലീസ് രേഖകളിൽ പിന്നീട് വിവരങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പതിയെ നിയമപ്രശ്നങ്ങളിലേക്ക് വഴിമാറി. എന്നാൽ അന്നും ആരും കരുതിയിരുന്നില്ല ഈ യുവാവിൻ്റെ പേര് ഒരു ദിവസം അമേരിക്ക മുഴുവൻ ഭയത്തോടെ ഉച്ചരിക്കുന്ന പേരായി മാറുമെന്ന്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ടെക്സാസ് വിട്ട് കാലിഫോർണിയയിലേക്ക് എത്തി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങിയത്. ആദ്യം ചെറിയ ചെറിയ മോഷണങ്ങൾ ആയിരുന്നു, പിന്നീട് കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. ഒടുവിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ ആയി മാറി. പക്ഷേ ഇതെല്ലാം എങ്ങനെ ആരംഭിച്ചു? ഒരു സാധാരണ യുവാവായി കാലിഫോർണിയയിലെത്തിയ റിച്ചാർഡ് റാമിറസ് എങ്ങനെ ദ നൈറ്റ് സ്റ്റോക്കർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? റിച്ചാർഡ് റാമിറസ് കാലിഫോർണിയയിൽ എത്തിയപ്പോൾ ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. ആയിരക്കണക്കിന് ആളുകളെപ്പോലെ നഗരത്തിലെ തിരക്കിൽ അലിഞ്ഞു ചേർന്ന ഒരു യുവാവ് മാത്രം. പക്ഷേ 1984 മധ്യത്തോടെ സ്ഥിതി മാറി തുടങ്ങി. കാലിഫോർണിയയുടെ വിവിധ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അന്വേഷണത്തിൽ പിന്നീട് റിച്ചാർഡ് റാമിറസുമായി ബന്ധിക്കപ്പെട്ട കേസുകൾ ഇവയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഓരോ സംഭവത്തിന് ശേഷം പോലീസ് മണിക്കൂറുകളോളം അന്വേഷണം നടത്തി. എന്നാൽ തുടക്കത്തിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഒരിടത്ത് സാക്ഷികൾ ഒരു യുവാവിനെ കണ്ടതായി പറഞ്ഞു. മറ്റൊരിടത്താകട്ടെ ഇരുട്ട് കാരണം ആരെയും വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നും. ഇങ്ങനെ ഓരോ സംഭവവും നടന്നപ്പോഴും ഒരു കാര്യം മാത്രം വ്യക്തമായിരുന്നു: ഈ കേസുകൾ ജനങ്ങളിൽ വലിയ ഭീതി സൃഷ്ടിക്കുകയായിരുന്നു എന്ന്. രാത്രിയായാൽ പല കുടുംബങ്ങളും കുട്ടികളെ പുറത്തുവിടുന്നത് നിർത്തി. വീടുകളുടെ വാതിലുകളും ജനലുകളും ഒന്നിലധികം തവണ പരിശോധിക്കുന്ന ശീലം പലർക്കുമുണ്ടായി. ചില പ്രദേശങ്ങളിൽ അയൽവാസികൾ ചേർന്ന് രാത്രി പരസ്പരം ശ്രദ്ധിക്കാനും തുടങ്ങി. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ നഗരങ്ങളിലെ കേസുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. വിരലടയാളങ്ങൾ, കാൽപ്പാടുകൾ,
സാക്ഷിമൊഴികൾ, ഓരോ ചെറിയ വിവരവും വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരുന്നു. ഇതോടൊപ്പം മാധ്യമങ്ങൾ നൈറ്റ് സ്റ്റോക്കർ എന്ന പേര് തുടർച്ചയായി ഉപയോഗിച്ചതോടെ ജനങ്ങളിൽ ഭയം കൂടുതൽ വർദ്ധിച്ചു. പോലീസിനും വലിയ സമ്മർദ്ദമായിരുന്നു. കാരണം പ്രതി ആരാണെന്ന് കണ്ടെത്താനായില്ലെങ്കിൽ അടുത്ത കുറ്റകൃത്യം എവിടെ നടക്കുമെന്ന് പറയാനാവില്ല. അന്വേഷണ സംഘം വിവിധ നഗരങ്ങളിലെ രേഖകൾ ഒരുമിച്ച് പരിശോധിക്കാൻ തുടങ്ങി. മുൻപ് തമ്മിൽ ബന്ധമില്ലെന്ന് കരുതിയിരുന്ന ചില കേസുകൾ ഇപ്പോൾ ഒരേ അന്വേഷണത്തിൻ്റെ ഭാഗമായി. അങ്ങനെ മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഒരു ചെറിയ തെളിവ്, അത് മുഴുവൻ കേസിൻ്റെയും ദിശ മാറ്റി. ഉപേക്ഷിക്കപ്പെട്ട ഒരു വാഹനത്തിൽ നിന്ന് ലഭിച്ച ഒരു വിരലടയാളമായിരുന്നു അത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കാത്തിരുന്നത് ഒരു പേരിനായിരുന്നു. അധികം വൈകാതെ ആ പേര് അവരുടെ മുമ്പിൽ തെളിഞ്ഞു. റിച്ചാർഡ് റാമിറസ്. മാസങ്ങളോളം നൈറ്റ് സ്റ്റോക്കർ എന്ന പേരിൽ മാത്രം അറിയപ്പെട്ടിരുന്ന പ്രതിക്ക് ഇപ്പോൾ ഒരു യഥാർത്ഥ മുഖവും പേരും ലഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ റിച്ചാർഡ് റാമിറസിൻ്റെ ചിത്രം അമേരിക്കയിലുടനീളം വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചു. പോലീസ് ജനങ്ങളോട് ഒരേയൊരു അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത്: ഈ വ്യക്തിയെ കണ്ടാൽ ഉടൻ പോലീസിനെ വിവരം അറിയിക്കുക. സ്വയം നേരിടാൻ ശ്രമിക്കരുത്. അതേസമയം റിച്ചാർഡ് കാലിഫോർണിയയ്ക്ക് പുറത്തായിരുന്നു. തിരികെ ലോസ് ആഞ്ചലസിൽ എത്തിയപ്പോൾ വിമാനത്താവളത്തിലെ ഒരു പത്രക്കടയിൽ സ്വന്തം ചിത്രം എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ കണ്ടതായി പിന്നീട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ആ നിമിഷം തന്നെ തൻ്റെ തിരിച്ചറിയൽ പുറത്തായെന്ന് അയാൾ മനസ്സിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെടാനായിരുന്നു അടുത്ത ശ്രമം. എന്നാൽ ഇത്തവണ സാഹചര്യം പഴയതുപോലെ ആയിരുന്നില്ല. മാസങ്ങളായി നൈറ്റ് സ്റ്റോക്കർ എന്ന വാർത്ത കണ്ടിരുന്ന ജനങ്ങൾ ഇപ്പോൾ അയാളുടെ മുഖം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ലോസ് ആഞ്ചലസിലെ ഒരു തെരുവിലൂടെ നടന്നു പോകുന്നതിനിടെ ചിലർ റിച്ചാർഡിനെ തിരിച്ചറിഞ്ഞു. ഒരാൾ പോലീസിനെ വിളിച്ചു. മറ്റൊരാൾ സമീപത്തുണ്ടായിരുന്നവരെ ജാഗ്രതപ്പെടുത്തി. നിമിഷങ്ങൾക്കകം ആളുകൾ ഒത്തുകൂടി. റിച്ചാർഡ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ചില വഴികളിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ വിവിധ ദിശകളിൽ നിന്ന് അവനെ വളഞ്ഞു. ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി. 1985 ഓഗസ്റ്റ് 31 അങ്ങനെ മാസങ്ങളോളം അമേരിക്കയെ ഭീതിയിലാഴ്ത്തിയ നൈറ്റ് സ്റ്റോക്കർ അറസ്റ്റിലായി. അറസ്റ്റിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മറ്റൊരു വലിയ ദൗത്യം ഉണ്ടായിരുന്നു. വിവിധ നഗരങ്ങളിലായി നടന്ന നിരവധി കേസുകളെ നിയമപരമായി റിച്ചാർഡ് റാമിറസുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടന്ന ഈ കേസുകൾ തമ്മിൽ ബന്ധിപ്പിച്ചത് ഫോറൻസിക് തെളിവുകളും വിരലടയാളങ്ങളും അന്വേഷണ സംഘങ്ങളുടെ സംയുക്ത പ്രവർത്തനവുമായിരുന്നു. ഒടുവിൽ അതാണ് അന്വേഷണത്തെ റിച്ചാർഡ് റാമിറസിലേക്ക് എത്തിച്ചത്. 1984-ലും 85-ലുമായി കാലിഫോർണിയയിലെ വിവിധ നഗരങ്ങളിൽ നടന്ന നിരവധി ഗുരുതര കുറ്റകൃത്യങ്ങളുമായി റിച്ചാർഡ് റാമിറസിനെ പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധിപ്പിച്ചു. ഇരകളിൽ പ്രായമായവരും യുവാക്കളും ദമ്പതികളും കുട്ടികളും ഉൾപ്പെട്ടിരുന്നു. ഇരകളെ തിരഞ്ഞെടുക്കുന്നതിൽ വ്യക്തമായ ഒരു മാതൃകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് തുടക്കത്തിൽ കേസുകൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായി. സംഭവങ്ങൾ കൂടുതലും രാത്രിയിലാണ് നടന്നിരുന്നത്. പലപ്പോഴും വീടുകളിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണങ്ങൾ നടന്നതെന്നാണ് പറയപ്പെട്ടിരുന്നത്. അന്വേഷണത്തിനൊടുവിൽ റിച്ചാർഡ് റാമിറസിനെതിരെ നിരവധി കൊലപാതക ശ്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, വീട് കയറി മോഷണം, മറ്റ് ഗുരുതര കുറ്റങ്ങൾ എന്നിവ ചുമത്തപ്പെട്ടിരുന്നു. റിച്ചാർഡ് റാമിറസിൻ്റെ അറസ്റ്റോടെ ജനങ്ങളുടെ ഭയം കുറഞ്ഞു. പക്ഷേ അന്വേഷണം അവിടെ അവസാനിച്ചില്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. വിവിധ നഗരങ്ങളിലായി നടന്ന കേസുകളുമായി റിച്ചാർഡ് റാമിറസിനെ നിയമപരമായി ബന്ധിപ്പിക്കാവുന്ന എല്ലാ തെളിവുകളും കോടതിയിൽ അവതരിപ്പിക്കണം. മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. നിരവധി ഗുരുതര കുറ്റങ്ങൾ റിച്ചാർഡ് റാമിറസിനെതിരെ ചുമത്തപ്പെട്ടു. വിചാരണ ആരംഭിച്ചപ്പോൾ അമേരിക്കയിലെ പ്രമുഖ വാർത്താ സ്ഥാപനങ്ങൾ ദിവസേന കോടതിയിലേറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതൊരു സാധാരണ കോടതി കേസ് മാത്രമായിരുന്നില്ല, രാജ്യമൊട്ടാകെ ശ്രദ്ധിച്ചിരുന്ന വിചാരണയായിരുന്നു. പ്രോസിക്യൂഷൻ വിവിധ സംഭവങ്ങളുമായി റാമിറസിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ കോടതിയിൽ അവതരിപ്പിച്ചു. ഫോറൻസിക് പരിശോധനകൾ, വിരലടയാളങ്ങൾ, സാക്ഷിമൊഴികൾ, അന്വേഷണ രേഖകൾ ഇവയെല്ലാം ചേർന്നാണ് കേസ് മുന്നോട്ട് പോയത്. വിചാരണ മാസങ്ങളോളം നീണ്ടു. നിരവധി സാക്ഷികളെ വിസ്തരിച്ചു. ഒടുവിൽ ജൂറി അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചു. റിച്ചാർഡ് റാമിറസ് നിരവധി കുറ്റങ്ങളിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 1989 കോടതി അദ്ദേഹത്തിന്
മരണശിക്ഷ വിധിച്ചു. എന്നാൽ അമേരിക്കൻ നിയമപ്രകാരം മരണശിക്ഷ വിധിക്കപ്പെട്ട കേസുകളിൽ അപ്പീൽ നടപടികൾ വർഷങ്ങളോളം നീളാൻ സാധ്യതയുള്ളതിനാൽ ശിക്ഷ ഉടൻ നടപ്പിലായില്ല. റാമിറസ് ജയിലിലേക്ക് മാറ്റപ്പെട്ടു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന അധ്യായം ആരംഭിച്ചത്. 13 കൊലപാതകങ്ങൾ, 5 കൊലപാതക ശ്രമങ്ങൾ, 11 ലൈംഗിക അതിക്രമ കേസുകൾ, 14 വീടുകയറി മോഷണങ്ങൾ. ഇവയാണ് വിചാരണയിൽ അദ്ദേഹത്തിനെതിരെ ഉൾപ്പെട്ട പ്രധാന കുറ്റങ്ങൾ. ഏറ്റവും അത്ഭുതമെന്ന് പറയട്ടെ, 19 വധശിക്ഷയ്ക്കാണ് കോടതി വിധിച്ചത്. കാരണം അത്രയും ക്രൂരമായാണ് ആ സാത്താൻ്റെ സന്തതി ചെയ്തു വെച്ചിരുന്ന പ്രവൃത്തികൾ. വിചാരണയ്ക്കിടെ കോടതി പറഞ്ഞൊരു കാര്യം, ഈ കൊലകൾ ചെയ്യവേ ഇയാൾ പ്രകടിപ്പിച്ച ക്രൂരതയും കഠിന ഹൃദയത്വവും നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. വിചാരണവേളയിൽ ഒരിക്കൽ പോലും അയാൾക്ക് താൻ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടായിരുന്നില്ല. ഈ കേസിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കൂടിയുണ്ട്. റിച്ചാർഡ് റാമിറസിന് അറസ്റ്റിന് ശേഷവും നിരവധി ആരാധകർ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഡോറിൻ ലിലോയ് എന്ന സ്ത്രീയായിരുന്നു. കോടതി വിചാരണ നടക്കുന്നതിനിടെ അവർ റിച്ചാർഡ് റാമിറസിന് കത്തുകൾ എഴുതാൻ തുടങ്ങി. വർഷങ്ങളോളം അവർ തമ്മിൽ ആശയവിനിമയം തുടർന്നു. പലർക്കും മനസ്സിലാകാത്ത ഒരു തീരുമാനമാണ് പിന്നീട് ഡോറിൻ എടുത്തത്. റിച്ചാർഡ് റാമിറസിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം നിരപരാധിയാണെന്ന് അവർ വിശ്വസിച്ചു പോന്നിരുന്നു. 1996 റിച്ചാർഡ് റാമിറസ് കാലിഫോർണിയയിലെ സാൻ ക്വിൻറ്റിൻ സ്റ്റേറ്റ് ജയിലിനുള്ളിൽ കഴിയുമ്പോഴും അവിടെ വെച്ചാണ് ഇരുവരും വിവാഹിതരായത്. ഈ വിവാഹം അമേരിക്കൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ഒരു കുപ്രസിദ്ധ സീരിയൽ കില്ലറെ എന്തുകൊണ്ടാണ് ഒരാൾ വിവാഹം കഴിച്ചത് എന്ന ചോദ്യം രാജ്യമൊട്ടാകെ ചർച്ചയായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റാമിറസിൻ്റെ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട DNA തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഡോറിൻ ലിലോയ് അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് നിർത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അവരുടെ ബന്ധവും പിന്നീട് അവസാനിച്ചു. നിയമപരമായ അപ്പീൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് 2013 ജൂൺ 7 ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അയാൾ മരിച്ചു. അതോടെ ഒരു വിചിത്രമായ കേസിനും അവസാനമായി. പക്ഷേ ഒരു പ്രതിയുടെ ജീവിതം അവസാനിച്ചതുകൊണ്ട് ഒരു കേസിൻ്റെ മുറിവുകൾ അവസാനിക്കില്ല. ഈ കേസിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും രക്ഷപ്പെട്ട ഇരകൾക്കും ആ ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് സ്റ്റോക്കർ കേസ് ഇന്നും കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ മാത്രമല്ല, ഇരകളുടെ ധൈര്യത്തെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ദീർഘനാളത്തെ പരിശ്രമത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കേസായി പരിഗണിക്കപ്പെടുന്നു. ഇന്നും ക്രിമിനോളജിയും ഫോറൻസിക് അന്വേഷണവും പഠിക്കുന്ന പലരും ഈ കേസ് ഉദാഹരണമായി പഠിക്കുന്നു. കാരണം സങ്കീർണമായ പല കേസുകളെയും ഒരുമിച്ച് ബന്ധപ്പെടുത്തി ഒരു പ്രതിയെ നിയമത്തിന് മുമ്പിലെത്തിച്ച അന്വേഷണത്തിൻ്റെ ഉദാഹരണങ്ങൾ ഒന്നാണിത്. ഒരു നഗരത്തെ മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഭയത്തിലാഴ്ത്തിയ ഈ കേസ് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ കഥകൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കുറ്റവാളിയുടെ പേരല്ല, ആ സംഭവങ്ങൾ ബാധിച്ച നിരപരാധികളായ ആളുകളെയാണ്. ചരിത്രം ദ നൈറ്റ് സ്റ്റോക്കർ എന്ന പേര് ഓർക്കും. പക്ഷെ അതിലും പ്രധാനമായി ഈ കേസിലൂടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും ജീവിതം മാറിപ്പോയവരെയും ഓർക്കണം. ഇതായിരുന്നു അമേരിക്കയെ നടുക്കിയ ദ നൈറ്റ് സ്റ്റോക്കർ എന്നറിയപ്പെട്ട റിച്ചാർഡ് റാമിറസിൻ്റെ കഥ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. ഇത്തരത്തിലുള്ള യഥാർത്ഥ ക്രൈം കേസുകളുടെ വിശദമായ വിശകലനങ്ങൾ മലയാളത്തിൽ കാണാൻ ക്രൈം ഡീകോഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു യഥാർത്ഥ കേസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.